നമസ്തേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആസനയാണ്, ജാനു ശീർഷാസന. ജാനു എന്ന് പറഞ്ഞാൽ മുട്ട്, ശീർഷം എന്ന് പറഞ്ഞാൽ നെറ്റി. നമ്മളുടെ നെറ്റി മുട്ടയെ തൊടിയിക്കുന്ന ആസനയാണ് ജാനു ശീർഷാസന. ഈ ജാനു ശീർഷാസന എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുട്ടുവേദന, കാലിലേക്കുള്ള തടിച്ച വേദന, അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ, രാത്രി ഉറങ്ങുമ്പോൾ കാല് ഭയങ്കരമായിട്ട് നമുക്ക് കടച്ചിൽ പോകും, റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്നാണ് അതിനെ പറയുന്നത്. ഈ പറയുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് നല്ലതാണ്. ഇത് കൂടാതെ ചെറിയ തോതിലുള്ള എല്ല് സംബന്ധമായിട്ടുള്ളതല്ല, അല്ലാതെ ഉണ്ടാകുന്ന ബാക്ക് പെയിൻ, അത് നമ്മുടെ മാംസപേശികളുടെ ബലക്കുറവ് കൊണ്ടുണ്ടാകുന്ന ബാക്ക് പെയിൻ, ഈ അവസ്ഥകൾക്കൊക്കെ വളരെ നല്ലതാണ്. ഈ ആസനം എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മളുടെ വലത്തെ കാല് മുട്ടിൽ മടക്കി പാദം തൊടയുടെ വശത്ത് വെക്കുക. അപ്പോൾ വശത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കാല് ഒരു സൈഡിലേക്ക് ചരിഞ്ഞു പോകാൻ പാടില്ല. നിങ്ങൾ ഇടുപ്പിൽ നിന്നും ഒറ്റ ലൈനായിരിക്കണം ഈ കാല്. അപ്പോൾ ഏകദേശം ഒരു 90 ഡിഗ്രി ആംഗിളിലായിരിക്കും നമ്മളുടെ കാലുകൾ ഇരിക്കുന്നത്. ശരീരം നേരെ മുന്നിലേക്ക് വയ്ക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും മേലോട്ട് ഉയർത്തുക. മുകളിലേക്ക് ഉയർത്തിയതിന് ശേഷം കൈപ്പത്തി രണ്ടും ഇൻ്റർലോക്ക് ചെയ്ത് കോർത്ത് പിടിച്ച് ശ്വാസം വിട്ടുകൊണ്ട് നേരെ മുന്നിലോട്ട് വന്ന് കാല് ലോക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ കൈ വന്ന് കാല് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി പതുക്കെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നേരെ മുന്നിലേക്ക് നോക്കണം, തല കുനിയാൻ പാടില്ല. കൈമുട്ടുകൾ 2 വശത്തോട്ട് ബെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ മുതുക് ഭാഗം മുന്നിലേക്ക് കുനിയും. ഈ മുതുക് ഭാഗം മാക്സിമം ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്തതിന് ശേഷം മാത്രം തല കുനിച്ച് നെറ്റി മുട്ടയെ തൊടിയിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ആദ്യം തല ഉയർത്തുക, കൈമുട്ട് നിവർത്തുക. ശ്വാസം എടുത്തുകൊണ്ട് തന്നെ കൈ മേലോട്ട് ഉയർത്തി കോർത്തു വച്ചിരിക്കുന്ന കൈകൾ രണ്ടും റിലീസ് ചെയ്ത് 2 വശത്തായിട്ട് താഴ്ത്തി, ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി റിലാക്സ് ചെയ്ത് ഇരിക്കുക. ഇതേ ക്രമത്തിൽ നമുക്ക് അടുത്ത വശവും ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, കൈ കോർത്ത് മാക്സിമം മുന്നിലോട്ട് തൊടുക. ഇനി കാല് ഇതുപോലെ തൊടാൻ പറ്റാത്തവരെന്ത് ചെയ്യണം? കൈ കോർത്ത് പിടിച്ചിട്ട് മുന്നിലേക്ക് വരിക. വരുമ്പോൾ നമുക്ക് കൈ ഇത്രേ കുനിയാൻ പറ്റുള്ളൂ. അപ്പോൾ കൈ എവിടെയാണോ എത്തുന്നത് അവിടെ നമ്മൾ ഇങ്ങനെ കോർത്ത് പിടിക്കണം. ഇപ്പോൾ എനിക്ക് കുനിയാൻ പറ്റില്ല, എൻ്റെ ആംഗിൾ ജോയിൻ്റ് വരെ മാത്രം, കണങ്കാല് വരെ മാത്രമേ കൈ എത്തുന്നുള്ളൂ. ആ അവസരത്തിൽ പിടിച്ചതിന് ശേഷം കൈമുട്ടുകൾ ബെൻഡ് ചെയ്ത് ഫ്രണ്ടിലോട്ട് കുനിയുക. ശിരസ്സുയർത്തി നിവർന്ന് വന്ന് കൈ മേലോട്ട് ഉയർത്തി പതുക്കെ കൈ താഴ്ത്തുക. ഈ ഒരു രീതിയിൽ നമുക്ക് ഈ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യേണ്ടത്. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ളവർ പാദത്തെ പിടിക്കുക, ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞവർ നിങ്ങളുടെ കാഫ് മസിലിൽ അല്ലെങ്കിൽ കണങ്കാലിൽ പിടിക്കുക. പിടിക്കുമ്പോൾ കൈ രണ്ടും ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വേണം പിടിക്കാൻ. ഒരുമിച്ച് ഇങ്ങനെ പിടിക്കരുത്. ഒരു കൈ ഇങ്ങോട്ടും ഒരു കൈ ഇങ്ങനെയും വെച്ച് കാലെ പിടിക്കുക. ജാനു ശീർഷാസനം എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അത് എങ്ങനെ 2 രീതിയിൽ ചെയ്യാമെന്നും നമ്മൾ നോക്കി. ഇപ്പോൾ നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ച് ഉചിതമായിട്ടുള്ളൊരു രീതി സ്വീകരിക്കുക. റെഗുലറായിട്ട് ചെയ്യണം. ഓരോ ആസനയും മെയിൻറ്റെയിൻ ചെയ്യുന്നത് തുടക്കത്തിൽ 20 സെക്കൻഡും ശേഷം 60 സെക്കൻഡ് വരെ നിലനിർത്താവുന്നതാണ്. ആസനം മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നോർമൽ ബ്രീത്തിങ്ങിൽ വേണം ആസനം മെയിൻറ്റെയിൻ ചെയ്യാൻ. ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ കൂടി നിങ്ങൾ ആസനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം.